ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഷ്ടോ ശിഷ്ടശിഷ്ടേഷ്ടാ ശിഖണ്ഡീ നഹുഷോ വൃഷാ ക്രോധഃ ക്രോധകൃത്കർത്താ വിശ്വബാഹുർമഹീധരാ. ഇഷ്ട, ഏവർക്കും പ്രിയഭാജനമായിട്ടുള്ളവൻ. ആനന്ദരൂപനാണ് അവിടുന്ന്. ഏത് ഭക്തനാണ്, ഏത് ഹൃദയമാണ് അവിടുത്തെ പ്രാപിക്കാൻ കൊതിക്കാത്തത്? ഇഷ്ടി എന്നാൽ യജ്ഞം എന്നും അർത്ഥമുണ്ട്. യജ്ഞത്താൽ പൂജിക്കപ്പെടുന്നവനും ഇഷ്ടൻ. അവിശിഷ്ട, വിശേഷ ഗുണവുമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൻ. ഇവിടെ നിർഗുണ പരബ്രഹ്മത്തെയാണ് പറയുന്നത്. ഒരു വാസനയോ കളങ്കമോ അവിടുത്തെ സ്പർശിക്കുകയില്ല. സ്വയം പ്രകാശമായി ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നു. അതിനാൽ അവിശിഷ്ടൻ. വിശിഷ്ടൻ എന്നും ചിലർ ഈ നാമത്തെ ചൊല്ലാറുണ്ട്. അങ്ങനെയെങ്കിൽ സർവഗുണസമ്പന്നനായ സഗുണ പരബ്രഹ്മത്തെ സ്മരിക്കണം. എല്ലാ ഗുണങ്ങളും പൂർണ്ണമായും തികഞ്ഞ ഭഗവാൻ എന്നെടുക്കണം. ശിഷ്ടേഷ്ട, ശിഷ്ടന്മാർക്ക് പ്രിയനായവൻ. ആരാണ് ശിഷ്ടന്മാർ? ജീവിതചര്യയിൽ ആത്മീയോന്നമനത്തിന് പ്രാധാന്യം നൽകി ജീവിതം ചിട്ടപ്പെടുത്തുന്നവരാണ് ശിഷ്ടജനങ്ങൾ. അവരുടെ ജീവിതത്തിൽ മുൻഗണന ആത്മീയ വളർച്ചയ്ക്കായിരിക്കും. പേര്, പ്രസിദ്ധി, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, മാനാപമാനങ്ങൾ ഇവയ്ക്ക് പരിഗണന പോലും ഉണ്ടാവുകയില്ല. ഇത് അഭ്യാസം കൊണ്ട് കരഗതമാകുന്നതല്ല. സാത്വിക ഗുണങ്ങൾ വർദ്ധിച്ച് ഭഗവാനോടുള്ള അനുരാഗത്തിൽ ആഴ്ന്നു പോകുന്നതിനാൽ സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ഭഗവാനും പ്രിയപ്പെട്ടവരായി തീരുന്നു. അവരുടെ കാലിൽ മുള്ളു കൊള്ളുന്നത് പോലും അവിടത്തേക്ക് സഹിക്കാനാവില്ല. മങ്ങാട്ടച്ചനായി പൂന്താനത്തെ രക്ഷിച്ച കഥ പ്രസിദ്ധം. ശിഖണ്ഡി, മയിൽപ്പീലി ചൂടുന്നവൻ. വിവിധ ദേവതകളുടെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ അവയ്ക്കെല്ലാം ഗൂഢബിംബാർത്ഥങ്ങളുണ്ടെന്ന് കാണാം. ഉദാഹരണത്തിന് ദൈവങ്ങളുടെ വാഹനം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗണപതിക്ക് എലിയാണ് വാഹനമായി പറയുന്നത്. സ്ഥിരതയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിയാണ് എലി. സ്ഥിതപ്രജ്ഞനാണ് ഗണപതി ഭഗവാൻ. എലിയുടേതുപോലുള്ള അസ്ഥിര ബുദ്ധിയെ ഒതുക്കിയാലേ ഗണപതി ഭഗവാന്റെ നില മനസ്സിലാകൂ എന്ന് സാരം. വാഹനമാക്കണമെങ്കിൽ ആ മൃഗത്തിന് മേൽ ആധിപത്യം നേടണം. അതുപോലെ സുബ്രഹ്മണ്യന് മയിലാണ് വാഹനം. മയിൽ അഹന്തയുടെയും സ്വന്തം ഭംഗിയിൽ ആകൃഷ്ടനാവുന്നതിൻ്റെയും പ്രതീകമാണ്. അഹന്തയെ കീഴ്പ്പെടുത്തിയവനാണ് കുമാരൻ. സരളതയും എളിമയുടെയും ആൾരൂപം. ശ്രീകൃഷ്ണ ഭഗവാൻ മയിൽപ്പീലി ചൂടിയവനാണ്. അഹന്തയെ വേരോട് അറുത്ത് കളയുന്നവനാണ് അവിടുന്ന്. എന്നിട്ട് അഹന്തയുടെ പ്രതീകമായി മയിലിൻ്റെ പീലി നെറുകയിൽ ചൂടുകയും ചെയ്യുന്നു. അഹന്തയെ അലങ്കാരമാക്കി മാറ്റുകയാണ് അവിടെ. ശ്രീകൃഷ്ണാവതാരം പരിശോധിച്ചാൽ കാണാം, ദൂത് പോയപ്പോൾ ദുര്യോധനൻ്റെ ക്ഷണം നിരസിച്ച് വിതുരഗൃഹത്തിൽ പോയത്, ശിശുപാലൻ്റെ ശിരസർത്ത വിധം, ഭീഷ്മന് നേരെ പ്രതിജ്ഞ ലംഘിച്ച് ചക്രായുധമായി തേരിൽ നിന്ന് ചാടി ഇറങ്ങിയത് എല്ലാം അഹംബോധം അലങ്കാരമാക്കിയ കൃത്യങ്ങളാണ്. കാളിയമർദ്ദനവും രുക്മിണി സ്വയംവരവും അതുപോലെ തന്നെ. എന്തൊരു ചന്തമുള്ള ധിക്കാരമാണ് ഗോവിന്ദൻ്റേത്. നഹുഷ, ബന്ധനം ശീലമാക്കിയവൻ. നഹനം എന്ന് വെച്ചാൽ ബന്ധനം. അത് സഹജ സ്വഭാവമായിരിക്കുന്നതിനാൽ നഹുഷ. എന്താണ് ഭഗവാൻ ബന്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ് ബന്ധിക്കാത്തത് എന്നേ പറയാൻ പറ്റൂ. മായയിൽ സർവചരാചരങ്ങളെയും കെട്ടിയിടുന്നു. ആ കെട്ടഴിച്ചു വരുന്ന ശിഷ്ടജനങ്ങളെ തൻ്റെ പ്രേമത്തിൽ എന്നേക്കുമായി ബന്ധിച്ചിടുന്നു. വൃഷ, ധർമ്മം. ഭഗവാൻ ധർമ്മസ്വരൂപം തന്നെ. അഗ്നിയുടെ ചൂടായി ജലത്തിൻ്റെ തണുപ്പായി ധർമ്മം ലോകത്തിൽ വ്യവസ്ഥിതമായിരിക്കുന്നു. പരധർമ്മം അനുഷ്ഠിക്കുന്നതാണ് പാപം. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കാൻ അവനവനിലേക്ക് സത്യസന്ധമായി തിരിയണം. ആന്തരികതയിലേക്ക് ഉണരുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ നേർക്ക് ഉറങ്ങിപ്പോകുന്നു. ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളെ രക്ഷിക്കുന്നത് ധർമ്മം തന്നെയാണ്. കാരണം ധർമ്മം അവിടുന്ന് തന്നെയത്രേ. ക്രോധ, ക്രോധത്തെ ഹനിക്കുന്നവൻ.
ഭഗവാന്റെ യഥാർത്ഥ ഭക്തർക്ക് ഒരു സവിശേഷത കാണാം. അവർ പൊതുവെ ശാന്തരാണ്. ഭഗവാൻ തൻ്റെ ഭക്തരുടെ ക്രോധത്തെ ഹനിച്ചു കൊള്ളുന്നതിനാലാണിത്. കാമക്രോധ മതലോഭങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ഒന്നിനിടമുണ്ടായാൽ ബാക്കിയുള്ളവയും വരും. ഇതിൽ മൂലകാരണം കാമമാണ്. ക്രോധകൃത് കർത്ത, ദുഷ്ടരിൽ ക്രോധത്തെ ഉളവാക്കി അവരെ ഹനിക്കുന്നവൻ. അസുരന്മാരിൽ ക്രോധം നിറച്ച് ദേവന്മാരുമായി യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ. അവരെ ഹനിക്കുന്നതും ഭഗവാൻ. ഇതാണ് ലീല. വിശ്വബാഹു, വിശ്വത്തെ താങ്ങുന്ന അനേകം കൈകളോട് കൂടിയവൻ. സർവചരാചരങ്ങളുടെയും കൈകൾ തൻ്റേതാക്കിയത് ആരോ അവൻ. എല്ലായിടത്തും ബാഹുക്കൾ എത്തുന്നവൻ. വിശ്വത്തെ താങ്ങുവാൻ അവിടത്തേക്ക് 1000 ബാഹുക്കളുണ്ട്. ചില മനുഷ്യർ ഭഗവാന്റെ ആജ്ഞയാൽ ധർമ്മത്തിൻ്റെ നാശം തടയാനായി പ്രവർത്തിക്കുന്നു. ശ്രീബുദ്ധൻ തുടങ്ങിയവർ ഉദാഹരണം. കാലാകാലങ്ങളിൽ ഇത്തരം ഗുരുക്കന്മാർ വന്ന് ധർമ്മ സംരക്ഷണത്തിൽ ഏർപ്പെടുന്നു. അവർ ഭഗവാന്റെ ബാഹുക്കൾ തന്നെ. മനുഷ്യരുടെ ബാഹുക്കൾ അവയ്ക്ക് ശക്തി നൽകുന്ന ഭഗവാന്റെ ഊർജമില്ലെങ്കിൽ വെറും ജഡമാണ്. അതിനാൽ സർവബാഹുക്കളും അവിടത്തേത് തന്നെ. ഭക്തർക്ക് ആവശ്യമാകുമ്പോൾ എല്ലാ സ്ഥലത്തും ഭഗവാന്റെ കൈകളെത്തുന്നു. മഹീധര, ഭൂമിയെ ധരിക്കുന്നവൻ, താങ്ങി നിർത്തുന്നവൻ, ജീവികളുടെ പൂജ സ്വീകരിക്കുന്നവൻ. മഹി എന്ന വാക്കിന് ഭൂമി എന്നർത്ഥമുണ്ട്, പൂജ എന്നും അർത്ഥമുണ്ട്. വിശ്വ സൃഷ്ടി നടത്തിയപ്പോൾ സകല സൃഷ്ടിയിലും പ്രവേശിച്ച് സർവഭൂതങ്ങൾക്കും ഓജസ് നൽകിയ ഭഗവാൻ. എല്ലാ പൂജകളും സ്വീകരിച്ച് സദാ പ്രസന്നനായിരിപ്പതും ഭഗവാൻ. അതിനാൽ 2 വിധത്തിൽ മഹീധരൻ. ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീ നഹുഷോ വൃഷാ ക്രോധഃ ക്രോധകൃത് കർത്താ വിശ്വബാഹുർമഹീധരാ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.